ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു സൈലം ടീച്ചിങ് എക്സാംസ്. ഞാൻ ലിയാജിദിൻ. അങ്ങനെ നമ്മുടെ സർവീസിലിരിക്കുന്ന അധ്യാപകരുടെ ഒരു പരീക്ഷണ കാലഘട്ടം, അതിൻ്റെ ഒരു എക്സാം ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് തീർത്തും ഒരു പരീക്ഷണം തന്നെയാണ്. സർവീസിൽ കയറി ഇത്രയും വർഷം കഴിഞ്ഞ് അവരുടെ ഒരു ക്വാളിഫിക്കേഷൻ തെളിയിക്കേണ്ട ഒരു സാഹചര്യം എന്ന് പറയുന്നത്, നമുക്കിപ്പോൾ എക്സാമിനെ കുറിച്ച് നമ്മൾ ഏതൊരു വീഡിയോസ് ഇടുമ്പോഴും അതിന് താഴെ അധ്യാപകർ പറയുന്ന ഒരു കാര്യമാണ്, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ചെയ്യാൻ പാടില്ലാത്തതാണ്, അല്ലെങ്കിൽ ഇത്രയും വർഷം ഞങ്ങൾ ജോലി ചെയ്തു, ഇത് ഞങ്ങളെ സർവീസിനെ ബാധിക്കുന്ന രീതിയിൽ ഇങ്ങനെയൊരു എക്സാം നടത്തണോ എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് ചർച്ചകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ എക്സാം ഓഗസ്റ്റ് 8-9 ദിവസങ്ങളിലായിട്ട് എക്സാം കഴിഞ്ഞു. ഒട്ടും വൈകാതെ തന്നെ പരീക്ഷാ ഭവൻ അതിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സാധാരണഗതിയിൽ നമുക്കറിയാവുന്നതാണ്, കേട്ടറ്റ് എക്സാം കഴിഞ്ഞ് ഒരു 2 ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ടാണ് ഒരു പ്രൊവിഷണൽ ആൻസർ കീ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ കഴിഞ്ഞ മുന്നേ നടന്നിട്ടുള്ള സൈക്കിളുകളൊക്കെ തന്നെയും അത്രയും ഡിലേ ആയിട്ടായിരുന്നു പ്രൊവിഷണൽ ആൻസർ കീ ആണെങ്കിലും റിസൾട്ട് ആണെങ്കിലും വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ടെൻഷൻ കുറച്ചൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കും പെട്ടെന്ന് തന്നെ പ്രൊവിഷണൽ ആൻസർ കീ വന്നിട്ടുണ്ട്. കേട്ടറ്റ് കാറ്റഗറി 1-ൻ്റെയും കാറ്റഗറി 2, കാറ്റഗറി 3, കാറ്റഗറി 4 ഇങ്ങനെ 4 കാറ്റഗറികളായിട്ട് നടന്നിട്ടുള്ള പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ ആണ് നിലവിൽ വന്നിട്ടുള്ളത്. അപ്പോൾ പ്രൊവിഷണൽ ആൻസർ കീ നിങ്ങൾ ഏത് കാറ്റഗറി ആണോ എക്സാം അറ്റൻഡ് ചെയ്തത് ആ കാറ്റഗറി പോയി സെലക്ട് ചെയ്യാം. അപ്പോൾ അവിടെ കൃത്യമായിട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കോഡും അതേപോലെ തന്നെ നിങ്ങൾ ഏത് എ ആണോ, ബി സെറ്റ് ആണോ, സി സെറ്റ് ആണോ എന്നുള്ളത് കൃത്യമായിട്ട് നോക്കിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഉത്തരങ്ങളുമായിട്ട് അതിനൊന്ന് കമ്പയർ ചെയ്യുക, എത്രത്തോളം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഒന്ന് പരിശോധിക്കുക. അപ്പോൾ അത് പരിശോധിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ പോലും വിചാരിക്കാതെ നമ്മൾ പാസ്സായിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ ആ ടെൻഷനും കാര്യങ്ങളൊന്നും വേണ്ടല്ലോ. പിന്നെ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും, ഇതിൽ ഞാൻ പറഞ്ഞ ഉത്തരമല്ലേ ശരി, പരീക്ഷാവിൻ്റെ ഉത്തരം തെറ്റാണല്ലോ, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിൽ, മിസ്മാച്ച് വരുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കംപ്ലൈൻറ്റ് കൊടുക്കാനായിട്ട് പറ്റും. ആ ക്വസ്റ്റ്യൻ നമ്പറും അതിന് കൃത്യമായിട്ടൊരു അപേക്ഷാ ഫോമൊക്കെ ഉണ്ട്, അത് കൃത്യമായിട്ട് വെച്ച് നിങ്ങളുടെ തെളിവുകൾ കൊടുത്ത് ഏത് ചോദ്യത്തിനാണ് പ്രശ്നം വന്നിട്ടുള്ളത്, എന്താണ് അതിൻ്റെ ശരിക്കുള്ള ഉത്തരം എന്ന് കാണിക്കുന്ന രീതിയിൽ പ്രൂഫ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആ മാർക്ക് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കംപ്ലൈൻറ്റ് ഫോമും കൂടെ ഇപ്പോൾ പരീക്ഷ ഭവൻ്റെ സൈറ്റിൽ അവൈലബിൾ ആണ്. പരീക്ഷ ഭവൻ്റെ സൈറ്റിൽ കൃത്യമായിട്ട് അവിടെ ആ മുകളിൽ തന്നെ വന്ന് കിടക്കുന്നുണ്ട് പ്രൊവിഷണൽ ആൻസർ കീ പബ്ലിഷ്ഡ് എന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഉടനെ തന്നെ എന്ത് ചെയ്യുക, നിങ്ങളുടെ ആൻസേഴ്സ് നോക്കുക, എത്രത്തോളം സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് നോക്കുക. ഇനി ചിലപ്പോൾ നമുക്കറിയാം, ഒരു പരീക്ഷയാണ്, നിങ്ങളൊക്കെ അധ്യാപകരാണ്, നമുക്കറിയാം നമ്മൾ പഠിപ്പിക്കുന്ന എല്ലാ കുട്ടികളും പരീക്ഷയിൽ പാസ്സാവണം എന്നുണ്ടാവില്ല. അപ്പോൾ അടുത്ത തവണ എന്ത് ചെയ്യുക, പോസിറ്റീവായിട്ടുള്ള രീതിയിൽ ചിന്തിച്ച് എക്സാം നമ്മൾ എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യുക. എന്തായാലും നമ്മളിത് നേടിയെടുക്കണമെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ അടുത്ത അറ്റംപ്റ്റിൽ വരെ നേടിയെടുക്കാനായിട്ട് നോക്കുക. ഇനി സർവീസിലല്ലാത്ത അധ്യാപകരും നിർബന്ധമായിട്ടും കേട്ടിട്ട് നേടിയെടുക്കണം. ഇപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു സുവർണ അവസരമാണ് വന്നു ചേർന്നിരിക്കുന്നത്. നമുക്കറിയാം, നമുക്കിപ്പോൾ സ്വാതന്ത്ര്യദിനമൊക്കെ വന്നിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അനുസരിച്ചുള്ള ഒരു ഓഫറും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മളിലുണ്ട്. നമ്മുടെ കേരള PSCയുടെയും ടീച്ചിങ് എക്സാംസിൻ്റെയും എല്ലാ ഓൺലൈൻ കോഴ്സുകൾക്കും നിങ്ങൾക്കിപ്പോൾ 10% ഓഫറോട് കൂടിയിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. ഓഗസ്റ്റ് 14-15 ദിവസങ്ങളിലാണ് ഈ ഒരു ഓഫർ നിങ്ങൾക്ക് ലഭിക്കുക. അപ്പോൾ ഓഫർ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് IND10 എന്ന് പറയുന്നൊരു കൂപ്പൺ കോഡ് നിങ്ങൾ ചൂസ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ എന്ത് ചെയ്യുക, ഉറപ്പുള്ള ഒരു ജോലിയാണ് യഥാർത്ഥത്തിലുള്ളൊരു സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കണം എന്നുണ്ടെങ്കിൽ കയ്യിൽ എന്തുണ്ടായിരിക്കണം, ഉറപ്പുള്ളൊരു ജോലി ഉണ്ടായിരിക്കണം. അപ്പോൾ നിലവിൽ ഉറപ്പുള്ളൊരു ജോലി എന്ന് പറയുന്നത് ഇത് തന്നെയാണ്, സർക്കാർ സർവീസ് തന്നെയാണ്. അപ്പോൾ സർക്കാർ സർവീസിൽ കയറാനായിട്ടുള്ള ഒരു ആദ്യ പടിയായിട്ട് ഇതിനെ കാണുക. നിങ്ങൾ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, പഠനം തുടങ്ങുക, നല്ല രീതിയിൽ പഠിച്ചു മുന്നേറുക, ഉറപ്പുള്ളൊരു ജോലി എത്രയും പെട്ടെന്ന് നേടിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഓഫറിനെ കുറിച്ച് മറക്കണ്ട. IND10 എന്ന് പറയുന്നൊരു കൂപ്പൺ കോഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് 10% ഓഫറോട് കൂടിയിട്ട് നമ്മുടെ കേരള PSCയും അതേപോലെ തന്നെ ടീച്ചിങ് എക്സാംസും ആ കോഴ്സസ് എല്ലാ ഓൺലൈൻ കോഴ്സസും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ അവസരം എന്ത് ചെയ്യുക, നല്ല രീതിയിൽ ഉപയോഗിക്കുക.